ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു ഓംലെറ്റാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ ഓംലെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, സവാള, 2 മുട്ട. ഇതിനായിട്ട് ഒരു സവാള എടുത്തിട്ടുള്ളൂ, അല്ല 2 സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം മുട്ട പൊട്ടിച്ചു, 2 മുട്ട പൊട്ടിച്ചു. സവാള അതിലേക്കിട്ടു, അതുപോലെ തന്നെ പച്ചമുളകും നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കിയിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും, ഈ ഒരു പരുവത്തിലാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ പാൻ വെച്ചിട്ട് പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് എണ്ണ മതി കേട്ടോ. അങ്ങനെ നമ്മൾ മുട്ട ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മുട്ട ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ മുട്ട ഒഴിച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നല്ല രീതിക്കൊന്ന് പരത്തി കൊടുത്ത് ആയി വരുമ്പോഴത്തേക്ക്, അതായത് മറ്റേ സൈഡ് ആയി വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ച് കൊടുക്കുക. അത് സാധാ രീതിയിൽ നമ്മൾ ഉണ്ടാക്കണ പോലെ തന്നെ. അപ്പോൾ കുറച്ച് നേരം നമ്മളൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. നമ്മളെല്ലാം മിക്സും ചേർത്തിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത് നമ്മൾ മൂടി വയ്ക്കുന്നുണ്ട്. അപ്പം മറ്റേ സൈഡ് ആയി വരുമ്പോൾ നമ്മളതൊന്ന് മറിച്ചിടാൻ പോകാം കേട്ടോ. അതായി വരുമ്പോൾ നമ്മൾ മറിച്ചിടും. ആ മറിച്ചിട്ട് വരുമ്പോഴുള്ളൊരു ഇമേജാണിത്. അങ്ങനെ നമ്മൾ ഈ സൈഡും കൂടി ആയി വരുമ്പോഴാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരിക. അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നത് പോലെ തന്നെ ഞാൻ കുറച്ച് കുരുമുളകൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അധികം, കാരണം 2 മുട്ടയില്ലേ, 2 മുട്ടയ്ക്കുള്ള നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.